എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ കുടംപുളി നമുക്ക് ചട്ടിയിലൊക്കെ പൊടിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന്, കായ്ഫലം കിട്ടുമെന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു തെളിവായിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം, നിറച്ച് നല്ല അടിപൊളിയായിട്ട് കായ്ഫലം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിൽ പറഞ്ഞ 1-2 ജൈവ കീടനാശിനികൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുൻ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടാലറിയാം. ആ ജൈവ കീടനാശിനിയൊക്കെ അടിച്ചതിന് ശേഷം ആദ്യം നമുക്ക് ഇലയൊക്കെ കുരുടിച്ച് നിന്നാണ് ഇപ്പോൾ അതിൻ്റെ ഇലയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. അത് നിറച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിറച്ച് കായ് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഡ്രമ്മിലാണ് നട്ടിക്കുന്നത്. നമ്മളൊരു ഡ്രമ്മിലാണ് ഇത് നട്ടിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കൈ കൊണ്ടാലും പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. വളമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്, നമ്മൾ എല്ലുപൊടി ഒരു 15 ദിവസത്തിലൊരിക്കൽ ഒരു 100 ഗ്രാം എല്ലുപൊടി ഇട്ട് കൊടുക്കും. കൂടാതെ തന്നെ നമ്മൾ NPKയും ഒക്കെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ജൈവ വളങ്ങളായ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ പുളിപ്പിച്ച് നമ്മളിതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഇതെല്ലാം നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം, നിറച്ച് കാച്ചിട്ടുണ്ട്. അമിതമായ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും കുടംപുളിയൊക്കെ ഇതുപോലെ, നമ്മുടെ നല്ല കുടംപുളി എന്നാണ് പറയുന്നത്, പല സ്ഥലങ്ങളും പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീടുകളിൽ ഇത് മുളപ്പിച്ചെടുക്കുവാൻ പറ്റും. ഒരു തൈ കിട്ടുകയാണെങ്കിൽ നഴ്സറിയിൽ നിന്ന് നല്ല ബഡിങ് തൈകൾ ഇപ്പോൾ കിട്ടും. നിങ്ങൾ ഒരെണ്ണം മേടിച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക.